നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും പാകിസ്ഥാനിൽ വൻ ഭീകരാക്രമണം. പാക് സൈനികർ സഞ്ചരിച്ച ബസ് ആക്രമിച്ചതായി ബലൂച്ച് ലിബറേഷൻ ആർമിയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കൊറ്റയിൽ നിന്നും തഫ്നാനിലേക്ക് പോയ സൈനിക വ്യൂഹത്തിന് നേരെയാണ് ഒരു ഭീകരാക്രമണം ഉണ്ടായത്. 90ഓളം പാകിസ്ഥാൻ സൈനികരെ വകവരുത്തിയെന്നാണ് BLA ഇപ്പോൾ അവകാശപ്പെടുന്നത്. എന്നാൽ പാകിസ്ഥാൻ സൈന്യം ഇതിനെ പൂർണ്ണമായും നിഷേധിക്കുകയാണ്. 3 സൈനികരടക്കം 5 പേർ മാത്രമാണ് കൊല്ലപ്പെട്ടതെന്നാണ് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും പാക് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുമുള്ള വിശദീകരണം. ഈ സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുമില്ല. ബലൂചിസ്ഥാനിലെ നോഷ്കി ജില്ലയിൽ ദേശീയപാത 40-ലായിരുന്നു വിമത ആക്രമണം നടന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിക്കേറ്റവരെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിലേക്കൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. അടുത്തിടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ട്രെയിൻ റാഞ്ചി 440-ലധികം ആളുകളെ ബന്ദികളാക്കിയിരുന്നു. 25ഓളം ബന്ദികളെ അതിൽ അവർ കൊലപ്പെടുത്തിയിരുന്നു. കൊല്ലപ്പെട്ടവരിൽ 4ഓളം പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് 346 ബന്ദികളെ മോചിപ്പിച്ചു. ചൊവ്വാഴ്ചയാണ് ബലൂചിസ്ഥാനിലെ ക്വറ്റയിൽ നിന്നും ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ പെഷവാറിലേക്ക് 440 യാത്രക്കാരുമായി പോയ ജാഫർ എക്സ്പ്രസിനെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തട്ടിയെടുത്തത്. സൈനികരും പോലീസുകാരും ചാരസംഘടനയായ ISIലെ അംഗങ്ങളും അടക്കം 214 പേരെ ബന്ദികളാക്കിയെന്നാണ് BLA വാദം. അതിൽ 50 പേരെ വകവരുത്തിയെന്നും പറയുന്നു. പാകിസ്ഥാൻ സൈന്യം ഇതിൽ ഇതുവരെയും വ്യക്തത നൽകുന്നില്ല. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കണക്കനുസരിച്ച് ഭീകരരെയൊക്കെ തന്നെ കൊലപ്പെടുത്തി ബന്ദികളെ മോചിപ്പിച്ചുവെന്നാണ് പറയുന്നത്. സ്വതന്ത്ര ബലൂചിസ്ഥാൻ എന്ന രാഷ്ട്രത്തിന് വേണ്ടി പോരാടുന്ന പലവിധ സായുധ ഗ്രൂപ്പുകളിൽ ഏറ്റവും ശക്തിയേറിയ ഗ്രൂപ്പായി തന്നെയാണ് BLA പറയേണ്ടത്. അതിനിടയിൽ മറ്റൊരു വാർത്ത കൂടി പാകിസ്ഥാനിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്നും പുറത്തു വരുന്ന ഒരു വാർത്തയെന്നാൽ ലഷ്കർ-ഇ-തയ്യബയുടെ കൊടും ഭീകരൻ അബു ഖത്തൽ വെടിയേറ്റ് മരിച്ചു എന്നുള്ളതാണ്. ശനിയാഴ്ച രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. ഇസ്ലാമാബാദിന് സമീപം ഒരു യോഗത്തിൽ പങ്കെടുത്ത് ജീപ്പിൽ തിരികെ മടങ്ങുമ്പോഴായിരുന്നു അജ്ഞാതരായ 2 പേർ ബൈക്കിലെത്തി അബു ഖത്തലിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഈയടുത്തായി അജ്ഞാതരായിട്ടുള്ള പലരും ഇന്ത്യ തേടുന്ന ഭീകരരെ, ലോകത്തിന് വിനാശകരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന തീവ്രവാദികളെ തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തുകയാണ്. മുംബൈ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരനായിട്ടുള്ള ഹാഫിസ് സയ്യിദിൻ്റെ അടുത്ത ബന്ധുവും ഉറ്റ അനുയായിയും കൂടിയായ അബു ഖത്തലാണ് ഇങ്ങനെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. സിയാവുർ റഹ്മാൻ എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേര്. ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തയ്യബയുടെ ചീഫ് ഓപ്പറേഷണൽ കമാൻഡറായി ഖത്തലിനെ നിയമിച്ചത് ഹാഫിസ് സയ്യിദ് ആയിരുന്നു. ജമ്മു കശ്മീരിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരൻ കൂടിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്ന ഖത്തൽ. ഇന്ത്യയിൽ ദേശീയ അന്വേഷണ ഏജൻസി കാലാകാലങ്ങളായി തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭീകരവാദിയും. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 12-ലധികം ഭീകര സംഘടനാ നേതാക്കളാണ് പാകിസ്ഥാനിലിങ്ങനെ അജ്ഞാതരുടെ തോക്കിൻ മുനയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ പിന്തുടർന്നു വരികയാണ് അബു ഖത്തൽ കൊല്ലപ്പെട്ട നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ജമ്മുകശ്മീരിലെ റാസി ജില്ലയിൽ ശിവഘോരി ക്ഷേത്രത്തിൽ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയവർ സഞ്ചരിച്ച ബസ്സിന് നേരെ ജൂൺ 9-ാം തീയതി ഒരു ആക്രമണം നടന്നിരുന്നു. അതിന് നേതൃത്വം നൽകിയതും ഖത്തലാണെന്ന് ഇന്ത്യൻ സുരക്ഷാ ഏജൻസി ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2023 ജനുവരി 1-ാം തീയതി നടന്ന രജൌരി ആക്രമണം സംബന്ധിച്ച് ദേശീയ അന്വേഷണ ഏജൻസിയുടെ കുറ്റപത്രത്തിലും അബു ഖത്തലിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. രജൌരിയിലെ ധാംഗ്രി ഗ്രാമത്തിൽ നടന്ന ആക്രമണത്തിൽ 2 കുട്ടികളടക്കം 7 പേരായിരുന്നു കൊല്ലപ്പെട്ടത്. അതിൽ നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ആഴ്ച കുൽഭൂഷൺ യാദവിനെ പിടികൂടാൻ സഹായിച്ച മതപണ്ഡിതനും പാകിസ്ഥാനിൽ ഇങ്ങനെ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. അതേസമയം പാക് അധിനിവേശ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിലെ ചരിത്രപ്രസിദ്ധമായ ചിനാർബാഗ് പാലം വലിയൊരു ശോച്യാവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ശോചനീയാവസ്ഥയാണെന്നുള്ള റിപ്പോർട്ടും ഇതോടൊപ്പം ലഭിക്കുകയാണ്. പാലത്തിലൂടെ കടന്നു പോകുന്നവരുടെ സുരക്ഷയ്ക്കടക്കം കടുത്ത ഭീഷണിയാണ് ഇപ്പോൾ നേരിടുന്നത്. മാർഗോർ ടൈംസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഉന്നതാധികാരികൾ ഉടൻ തന്നെ നടപടിയെടുക്കണമെന്ന ആവശ്യം നാട്ടുകാർ തന്നെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കൽ വളരെ വിശ്വാസത്തോടെ യാത്ര ചെയ്തിരുന്ന ഈ മരപ്പാലം ഇന്ന് ഏറ്റവും അധികം അപകടം നിറഞ്ഞതാണ്. മരണക്കെണിയായി മാറിയിരിക്കുന്നു. അതീവ അപകടാവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ദിവസേന അതിലൂടെ കടന്നു പോകുന്നവർക്കൊരു വലിയ ഭീഷണിയായി ഈ പാലം മാറുന്നു. പാലത്തിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുകയോ പുനർനിർമ്മാണം നടത്തുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അധികാരികൾ ഇക്കാര്യം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഒട്ടനവധി ആളുകൾ ഈ പാലത്തിലൂടെ തന്നെ സ്വന്തം ജീവൻ കയ്യിൽ പിടിച്ച് യാത്ര നടത്തുകയാണ്. പാലത്തിൻ്റെ മരത്തടികളൊക്കെ തന്നെ തകർന്നു കിടക്കുകയാണ്. പടികൾ ശോചനീയാവസ്ഥയിലാണ്. പ്രദേശവാസികൾ ഭീതിയോടുകൂടിയാണ് ഈ പാലം കടക്കുന്നത്. വാഹനങ്ങൾ പോകാനുള്ള പാലം കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലിരിക്കുന്നു. കാൽനടയാത്രയ്ക്ക് പലർക്കും ഈ തകർന്നുപോയ പാലം കടക്കേണ്ടി വരുന്നുവെന്നാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വളരെ വേഗത്തിൽ അധികാരികൾ ഇടപെട്ട് ഈ പാലം ഒന്നുകിൽ നവീകരിക്കുകയോ പുനർനിർമ്മിക്കുകയോ ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ചരിത്ര പ്രാധാന്യമേറെയുള്ള ഈ പാലം സംരക്ഷിക്കേണ്ടതാണ് ഏറ്റവും അനിവാര്യതയും. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് ഉപയോഗിക്കുന്നവർക്ക് വളരെ അപകടം തന്നെയായിരിക്കും വരുത്തി വയ്ക്കുക.
പാകിസ്ഥാൻ കൈയേറിയ ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാനിലെ ജനങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇങ്ങനെ പ്രതിഷേധിക്കുകയാണ്, പരാതികൾ ഉന്നയിക്കുകയാണ്. അവരുടെ ജീവിത നിലവാരത്തെ മോശകരമായി ഇതൊക്കെ ബാധിക്കുന്നു. നീതി, സമത്വം, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ എന്നിവ ഒന്നും തന്നെ മുന്നോട്ട് നൽകുന്നില്ലെന്നും ഇത് നൽകണമെന്നാവശ്യപ്പെട്ടുള്ള മുദ്രാവാക്യമാണ് ജനങ്ങൾ തുടർച്ചയായി ആവർത്തിച്ചു പറയുന്നത്. ജമ്മു കശ്മീരിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരൻ കൂടിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്ന ഖത്തൽ. ഇന്ത്യയിൽ ദേശീയ അന്വേഷണ ഏജൻസി കാലാകാലങ്ങളായി തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭീകരവാദിയും. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 12-ലധികം ഭീകര സംഘടനാ നേതാക്കളാണ് പാകിസ്ഥാനിൽ ഇങ്ങനെ അജ്ഞാതരുടെ തോക്കിൻ മുനയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ പിന്തുടർന്നു വരികയാണ് അബു ഖത്തൽ കൊല്ലപ്പെട്ട നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ജമ്മുകശ്മീരിലെ റാസി ജില്ലയിൽ ശിവഘോരി ക്ഷേത്രത്തിൽ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയവർ സഞ്ചരിച്ച ബസ്സിന് നേരെ ജൂൺ 9-ാം തീയതി ഒരു ആക്രമണം നടന്നിരുന്നു. അതിന് നേതൃത്വം നൽകിയതും ഖത്തലാണെന്ന് ഇന്ത്യൻ സുരക്ഷാ ഏജൻസി ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2023 ജനുവരി 1-ാം തീയതി നടന്ന രജൌരി ആക്രമണം സംബന്ധിച്ച് ദേശീയ അന്വേഷണ ഏജൻസിയുടെ കുറ്റപത്രത്തിലും അബു ഖത്തലിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. രജൌരിയിലെ ധാംഗ്രി ഗ്രാമത്തിൽ നടന്ന ആക്രമണത്തിൽ 2 കുട്ടികളടക്കം 7 പേരായിരുന്നു കൊല്ലപ്പെട്ടത്. അതിൽ നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ആഴ്ച കുൽഭൂഷൺ യാദവിനെ പിടികൂടാൻ സഹായിച്ച മതപണ്ഡിതനും പാകിസ്ഥാനിൽ ഇങ്ങനെ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് വെള്ളി വാർത്ത.